ലോകത്തിൽ പലതും സംഭവിക്കുമ്പോൾ പലതും നമ്മൾ അറിയുന്നതല്ല. ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അതായത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല പല കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവമാണ് അമേരിക്കൻ പ്രസിഡൻറ്റ് ട്രംപ് ഇപ്പോൾ ഉക്രൈനുമായിട്ട് കാണിക്കുന്ന ഒരു സൗഹൃദം. മനസ്സിലാക്കുക, അദ്ദേഹം അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ചാർജ് എടുക്കുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡൻ്റായ ട്രംപിൻ്റെ മകൻ പല ആവർത്തി ട്വീറ്റ് ചെയ്തു. ഉക്രൈൻ പ്രസിഡന്റ് പല ആവർത്തി വിളിച്ച് പറഞ്ഞു അദ്ദേഹത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഇനാഗുറേഷനിൽ പങ്കെടുക്കണം. പക്ഷേ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ, ട്രംപ് അഡ്മിനിസ്ട്രേഷനും അത് റെഫ്യൂസ് ചെയ്തു. ഇതെല്ലാം വാർത്തയായത്. പിന്നെയും വാർത്തകളുണ്ടായിരുന്നു. ഉക്രൈനേക്കാളും സെലൻസ്കിയേക്കാളും ട്രംപിന് താല്പര്യം പുട്ടിനുമായിട്ട് ഒന്നിച്ച് പോകാനാണ്. അതുകൊണ്ട് പുട്ടിനുമായിട്ട് സംസാരിക്കുന്നു, വാർ നിർത്തും, ഓഫറുകൾ കൊടുക്കും, ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ ഈ അടുത്ത 3-4 ദിവസത്തിനുള്ള ഉണ്ടായ ഒരു വലിയ പൊളിറ്റിക്കൽ സംഭവമുണ്ട്. അമേരിക്കൻ ടാരിഫ് ചൈനയ്ക്കെതിരെ ഏർപ്പെടുത്തുന്നു, ചൈന തിരിച്ച് ഏർപ്പെടുത്തുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ചൈന ഒരു സംഭവം എടുത്തു. അമേരിക്കയ്ക്ക് അവർ സപ്ലൈ ചെയ്യുന്ന റെയർ എർത്ത് മിനറൽ മൈൻസിൽ നിന്ന് വരുന്ന മിനറൽസ് അത് അമേരിക്കയ്ക്ക് കൊടുക്കുന്നത് അവർ ബാൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തു. ഇനി അമേരിക്കയ്ക്ക് ആ സാധനങ്ങൾ കൊടുക്കില്ല. ഇത് കൂടുതലും ഈ ബോംബും മിലിറ്ററി വെപ്പൺസും സെക്യൂരിറ്റി വെപ്പൺസും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതും എനർജിയും മറ്റുള്ള സംഭവങ്ങളും അതേപോലെ EVയുമായിട്ട് ബന്ധപ്പെട്ട ബാറ്ററിയുടെ സാധനങ്ങളൊക്കെയാണ്. ഇവിടെയാണിപ്പോൾ ഉക്രൈനുമായിട്ട് സ്കോർ ചെയ്തത്. കാരണം അങ്ങനെ കിട്ടുമ്പോൾ അമേരിക്കയ്ക്ക് അടുത്ത ഓപ്ഷൻ വേണം. അതായത് റണ്ണിങ് മൈൻസ് ഉണ്ട് ഉക്രൈനിൽ, അത് ഡോൺബാസ്, അത് ആരുടെയാണ്? അത് കൺട്രോളിലാണ്, റഷ്യയുടെ കൺട്രോളിലാണ്. പിന്നെ മറ്റു പലയിടത്തും ഉണ്ട്. അവിടെയൊക്കെ കോൺഫ്ലിക്റ്റ് ഉള്ള സ്ഥലമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഉക്രൈന് ഞങ്ങൾ സഹായം ചെയ്യും, അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട് ഉക്രൈനിൽ വരാൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ. അമേരിക്കൻ കമ്പനികൾ കംപ്ലീറ്റ് മാറി പറഞ്ഞു. അതാണ് 2 ദിവസം കൊണ്ടാണ് മുഴുവനും മാറി എന്ന് പറഞ്ഞത്. എങ്ങനെ മാറി പറഞ്ഞത്? അപ്പോൾ ഉക്രൈൻ പ്രസിഡന്റ് തിരിച്ച് ഒരു അമേരിക്കൻ ചാനലിൽ കൊടുക്കുന്ന ഇൻ്റർവ്യൂ കണ്ടു. എന്താണ് അദ്ദേഹം പറയുന്നത്? പൂർണ്ണമായിട്ടും അമേരിക്കൻ കമ്പനിക്ക് ഇവിടെ വരാം, അവർക്കിവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, അവർക്കിവിടെ ഉള്ള മെറ്റീരിയൽസ് കൊണ്ടുപോകാം. ഞങ്ങൾക്കൊറ്റ ഡിമാൻഡേ ഉള്ളൂ, അമേരിക്ക ഞങ്ങളെ സഹായിക്കണം, അമേരിക്ക റഷ്യയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ന്യൂക്ലിയർ വെപ്പൺസ് തരണം. സംഭവം തീർന്നു. വാറിനിപ്പോൾ ഏതാണ്ട് പരിധി അമേരിക്ക കയറി ഇടപെടും, റഷ്യയുടെ അകത്ത് കയറി അടിക്കും. കാരണം ഈ സാധനം എടുത്തു കഴിഞ്ഞ് ഉക്രൈൻ്റെ കസ്റ്റഡിയിലായി. അതേപോലെ ഉക്രൈനെ പിടിച്ച് നാറ്റോയുടെ സഖ്യമാക്കും, അമേരിക്കൻ കമ്പനികൾ അവിടെ തകർക്കും, ഉക്രൈനെ നമ്പർ 1 നേഷനായിട്ട് അവരെടുക്കും. മുഴുവനും മാറി പറയും. ഇപ്പം ചില ആൾക്കാർ പറയാറുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും അവസാനം ദൈവം എവിടെ കൂടെ നിൽക്കുന്നു അവരെ വിജയിക്കും. ഇത്രയും നാളുള്ള ധാരണ എന്തായിരുന്നു? റഷ്യ അടിച്ചു കയറുന്നു, വരുന്നു, പോകുന്നു, അമേരിക്ക കുറച്ച് സഹായിക്കുന്നു. പക്ഷേ ഈ താരിഫുമായി ബന്ധപ്പെട്ട ചൈന അമേരിക്കക്കെതിരെ എടുത്ത നടപടി അതിനേക്കാളുപരി അവിടെ റയർ എർത്ത് മിനറൽസ് അമേരിക്ക കൊടുക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തു. കാരണം ഇത് അമേരിക്ക കിട്ടിയാൽ മതിയാവത്തുള്ളൂ. കാരണം അമേരിക്കൻ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സിന് വളരെ ആവശ്യമാണ്, എനർജിയുടെ കാര്യത്തിന് പലതിനും ഇത് ആവശ്യമാണ്. ഇതുള്ളത് ഈ ചൈന കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഡിപ്പോസിറ്റ് ഉള്ളത് ഉക്രൈനില്ല. ചൈനയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സംഭവം ഉള്ളത്. അപ്പോൾ അവിടെ റണ്ണിങ് ആയിട്ട് ചെയ്യുന്നതാണ്, ചെറിയ രീതിയിലാണ് ചെയ്യുന്നത്. ഇത് മാസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് എടുത്തോളാൻ ഉക്രൈൻ പ്രസിഡന്റ് അവിടുത്തെ ക്യാബിനറ്റ് തീരുമാനം അമേരിക്കയ്ക്ക് വന്നെടുക്കാം. അവർക്ക് ഒറ്റ സംഭവം, ഉക്രൈൻ അവർക്ക് സേഫായിട്ട് റഷ്യയുടെ കയ്യിൽ നിന്ന് തിരിച്ചു തരണം. നാളെ റഷ്യ ഏതെങ്കിലും അറ്റാക്ക് ഞങ്ങൾക്ക് ന്യൂക്ലിയർ വെപ്പൺസ് തരണം, നിങ്ങൾക്ക് ഇതൊന്ന് എടുക്കാം, നിങ്ങൾക്ക് ഇവിടുന്ന് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഓപ്പൺ ചെയ്ത് കൊടുത്തു. മനസ്സിലാക്കുക, ഈ ചൈനയിൽ പോലും അമേരിക്കൻ കമ്പനികൾ മൈൻസിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യട്ടെ. കാരണം ചൈന അടുപ്പിക്കത്തില്ല. ഇവിടെ നേരിട്ട് അമേരിക്കൻ കമ്പനി അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വിളിച്ചേക്കുവാണ്, നിങ്ങൾക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ. കാരണം ഇത് നിങ്ങളുടെ രാജ്യമായിട്ട് നിങ്ങളുടെ ഞങ്ങൾക്ക് രാജ്യം തിരിച്ചു തന്നാൽ മതി റഷ്യയുടെ കയ്യിൽ നിന്നും. അതിന് ഞങ്ങളെ സഹായിക്കും. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അമേരിക്ക കയറി ഇടപെട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ 4-5 മണിക്കൂർ കൊണ്ട് റഷ്യ തീർന്നു പോകും. ഈ പറയുന്ന റഷ്യയുടെ കയ്യിലുള്ള സ്ഥലവും ഈ പലതും ഈ പറയുന്ന ഫോർമുലയിൽ നിന്ന് അവർ അവസാനിക്കത്തില്ല, മുഴുവൻ ഉക്രൈന് തിരിച്ചു കൊടുക്കും. ഇവിടെ ഈ റഷ്യയുടെ
നേരത്തെ ഉക്രൈനിൽ പിടിച്ച ഒരു വേറെ പ്രദേശമുണ്ട്, അപ്പോൾ അതുൾപ്പെടെ തിരിച്ചൊക്കെ പിടിച്ച് കൈ കൊടുക്കും. സംഭവം മുഴുവനും മാറി വാറിൻ്റെ. വാറിൻ്റെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഇക്വേഷൻ, മിനിഞ്ഞാന്ന് വരെ ഉണ്ടായിരുന്ന ഇക്വേഷൻ ഇന്നലെയോടുകൂടി പൂർണ്ണമായിട്ടും മാറി. ഈ ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയുമായിട്ട് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഇതാണ് സംഭവം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന, നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒന്നുമല്ല. ചില കാര്യങ്ങളിൽ ജിയോ പൊളിറ്റിക്സ് മാറി. ഉക്രൈന് പൂർണ്ണമായിട്ടും താല്പര്യം, മറ്റുള്ള നാറ്റോ രാജ്യങ്ങൾക്ക് താല്പര്യം, അമേരിക്ക പൂർണ്ണമായിട്ട് ട്രംപ് ഇടപെടുന്നത്. കാരണം ട്രംപിന് താല്പര്യമില്ലായിരുന്നു അമേരിക്കൻ സേന, അമേരിക്ക ഉക്രൈന് എയ്ഡ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അമേരിക്കൻ സെനറ്റിലും കോൺഗ്രസിലും റിപ്പബ്ലിക്കൻസ് ഭയങ്കര ശക്തമായിട്ട് വാദിച്ചു ഉക്രൈനെ സഹായിക്കരുത്, ഇസ്രായേലിനെ മാത്രം സഹായിച്ചാൽ മതി. എന്തിനാണ് അമേരിക്കൻ പണം ഇത്ര അവിടെ കൊടുക്കേണ്ട ആവശ്യം? നിങ്ങൾക്ക് ആ ഡിബേറ്റൊക്കെ ഓർമ്മയുണ്ടായിരിക്കും. അതിനെ അതിശക്തമായ രീതിയിലാണ് ട്രംപ് അറ്റാക്ക് ചെയ്തത്. പെട്ടെന്ന് ട്രംപ് മാറി. കാരണം അമേരിക്കയ്ക്ക് നാളെ നിലനിന്ന് പോകാൻ ഈ സാധനങ്ങൾ, ഈ മിനറൽസ് സാധനങ്ങൾ വേണം. അത് ചൈന കൊടുക്കാൻ തയ്യാറല്ല, ഉക്രൈൻ തയ്യാറായി. അപ്പോൾ ഉക്രൈൻ്റെ കൂടെ അമേരിക്ക അങ്ങ് നിൽക്കും. ഇതോടുകൂടി പുട്ടിൻ്റെ കാര്യങ്ങൾ ഇനി ദിവസങ്ങൾ മാത്രമേ എണ്ണിയാൽ മതി. അപ്പോൾ ആ രീതിയിലോട്ട് പോകണം. കാരണം പുട്ടിന് ലോകത്തെല്ലാ രാജ്യങ്ങളുമായിട്ട് ശത്രുതയായി. അവസാനം ചൈന മുഖാന്തരം അമേരിക്കയുടെ അടുത്ത രാജ്യമാകാൻ പോവാണ് ഉക്രൈൻ. ഇപ്പം നാറ്റോയിലും അങ്ങനത്തെ കൊടുക്കും, പക്ഷേ ഈ യൂറോപ്യൻ യൂണിയനിലും വരും. പക്ഷേ അമേരിക്കയുടെ സ്വന്തം രാജ്യമായിട്ട് അവൻ ഉക്രൈനെ മാറ്റുക. കാരണം അതിനുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ. കാരണം അവിടെ വലിയൊരു ശക്തിയാക്കി മാറ്റിയെടുക്കുക എല്ലാ രീതിയിലും. കാരണം നാളെ ഒരു ത്രട്ടും ഉണ്ടാകാതെ ഉക്രൈൻ ആയിരിക്കും ചിലപ്പം ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കൻ ഇൻട്രസ്റ്റോട് കൂടി ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രാജ്യവും. കാരണം ഉക്രൈന് ചുറ്റും കിടക്കുന്ന പോളണ്ട്, ഹംഗറി, ജർമ്മനി പല രാജ്യങ്ങളുണ്ട്. കാരണം അതിനേക്കാളൊക്കെ മികച്ച രാജ്യമാക്കി അമേരിക്ക വിചാരിച്ചാൽ മാറ്റിയെടുക്കാം. ഈ ജപ്പാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ മാറ്റിയെടുത്ത അമേരിക്ക സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം. അപ്പോൾ അത്രമാത്രം തകർന്നു സംഭവമൊന്നുമല്ല. ഉക്രൈൻ ഈസിയായിട്ട് മാറ്റിയെടുക്കുക. ഇഷ്ടം പോലെ ലാൻഡ് കൊണ്ട്, നല്ല ജനം. കാരണം ഇത്രയും വാറ് നടന്നിട്ട് പോലും റഷ്യൻ എക്കോണമി താഴെ പോയപ്പോൾ ഉക്രൈൻ എക്കോണമി തിരിച്ചു വന്നു. കാരണം ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്, നല്ല ഫാമിംഗ് ആണ്. ഉക്രൈൻ ഫാംസ്, ഈ പറയുന്ന ഗോതമ്പാണെങ്കിലും മറ്റ് അതിന് ലോകത്ത് മുഴുവൻ ഡിമാൻഡും ഉണ്ട്. അതായത് സെലൻസ്കിയുടെയും വ്ളാദിമിർ സെലൻസ്കിയും ഉക്രൈൻ്റെ സമയം മാറുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ മിനിഞ്ഞാന്ന് വരെ ഉണ്ടായിരുന്നതല്ല. അമേരിക്കൻ താല്പര്യം കയറി ഉക്രൈനെ അവർ ജയിപ്പിച്ചെടുക്കും, റഷ്യയെ തൊലച്ച് നാശമാക്കും. ഇതാണ് ഇനിയും കാണാൻ പോകുന്നത്.